ഹലോ കൂട്ടുകാരെ, മഴതോരും മുൻപേടെ ഇന്നത്തെ എപ്പിസോഡിൽ തകർന്ന് തരിപ്പണമാകുകയാണ് വൈജ. അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ശരണ്യൻ്റെ അടുത്ത് യാത്ര പറയാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് അലീന. നീ നല്ല കുട്ടിയായിട്ട് പഠിക്കണം, നീ എന്നെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അലീന അവൾക്കൊരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവൾ പറയും, ചേച്ചി എന്തിനാണ് എനിക്കിതൊക്കെ കൊടുക്കുന്നത് എന്ന്. അപ്പോൾ അലീന പറയും, നീ ഇതൊക്കെ കാണുമ്പോൾ എന്നെ ഓർക്കണം, ഞാൻ പറഞ്ഞ വാക്കുകളും നീ ഓർക്കണം, നന്നായിട്ട് നീ പഠിക്കണം, അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് അലീനയുടെ നമ്മുടെ ശരണ്യയുടെ അമ്മയ്ക്കും അച്ഛനുമുള്ള ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തിട്ട് പറയും, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാണെന്ന്. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയും, അയ്യോ ഇതൊന്നും വേണ്ടിയിരുന്നില്ലേ മോളെ, നീ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയൊക്കെ ഇങ്ങനെ ചിലവാക്കി എങ്ങനെയാണ്, അതൊന്നും കുഴപ്പമില്ല, ഇതെൻ്റെ ഒരു സന്തോഷമാണ്, മകൾ തരുന്നതാണെന്ന് കരുതിയാൽ മതി എന്ന് പറയുകയാണ്. ഞാൻ യാത്ര പറയാൻ വന്നതാണ്, എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ശരണ്യയ്ക്ക് ആകെ സങ്കടമാവും. അങ്ങനെ ശരണ്യയും കൂടി അവളെ യാത്രയേക്കാൻ റോഡ് വഴി പോവുകയാണ്. അതേസമയം ബാലചന്ദ്രൻ പിള്ളേരെ വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, ആദ്യം കൃഷ്ണമോളെ നീ രോഹിത്തിനെ പോയി വിളിച്ചുകൊണ്ട് വാ എന്ന് പറയുകയാണ്. അങ്ങനെ കൃഷ്ണ താഴത്ത് നിന്ന് അലറി വിളിക്കുകയാണ്, രോഹിത്തേട്ടൻ. അപ്പോൾ ബാലയൻ പറയും, നിനക്കൊന്നും പോയി മുകളിൽ പോയി വിളിച്ചൂടെ? ഓ ഞാൻ ടയേർഡാണ് അച്ഛാ, രോഹിത്തേട്ടൻ ഇങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങി വന്നോളുമെന്ന്. അപ്പോഴേക്കും രോഹിത് താഴത്തോട്ട് ഇറങ്ങി വരും. എന്നിട്ട് അപ്പോൾ നമ്മുടെ ബബി ചായയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. കൃഷ്ണ സ്കൂൾ വിട്ടുന്ന കാരണം കൃഷ്ണയ്ക്ക് അപ്പോൾ ചായയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൃഷ്ണയും രോഹിത്തും എല്ലാവരും ചായ കുടിക്കുകയാണ്. അപ്പോൾ ഒരു ബാലചന്ദ്രൻ പറയുകയാണ്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നാളെ അലീന ഇവിടെ നിന്ന് പോവുകയാണ് എന്ന്. അപ്പോൾ ബബി ചോദിക്കും, ഇത്ര പെട്ടെന്ന് വെച്ചാൽ ഇത്ര പെട്ടെന്ന് പോകണോ? ഇത്ര പെട്ടെന്നൊന്നും അല്ലല്ലോ, ഇത് കുറച്ചായില്ലേ അവൾ പോകണമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഇവിടുത്തെ കാര്യങ്ങളും അവസ്ഥകളും. അപ്പോൾ അവൾ പോകണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പിന്നെ അവളെ നാളെ പോകാം, പിന്നെ നിങ്ങൾ വിഷമമൊന്നും കാണിക്കരുത്, കാരണം അവൾ സമാധാനമായിട്ട് പൊക്കോട്ടെ എന്ന് പറയുകയാണ്. പിന്നെ അവൾ പോകുന്നത് ഞാൻ നോക്കി വെച്ചാൽ ആ വീട്ടിൽ തന്നെയാണ്. ആ വീട്ടിൽ വെച്ചെങ്കിൽ ഇതിനേക്കാൾ വലിയ വീടാണ്, ഒരുപാട് മുറികളുണ്ട്, നല്ല ആൾക്കാരുണ്ട്, നല്ല സൗകര്യമുണ്ട്. അവൾ എന്തായാലും തീർച്ചയായും അവിടെ സന്തോഷത്തിൽ തന്നെയായിരിക്കും നിൽക്കുക എന്ന്. അപ്പോൾ നമ്മുടെ കൃഷ്ണമോൾ ചോദിക്കും, അച്ഛാ അലീന ചേച്ചിയെ പറഞ്ഞു വിടാതിരിക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ കൃഷ്ണനോട് ചോദിക്കും, അവൾ പോകുന്നതിൻ്റെ കാരണം ഏറ്റവും നന്നായിട്ട് അറിയുന്നത് മോളെ നിനക്കല്ലേ, നീ തന്നെ എന്നോട് ഇങ്ങനെ ചോദിച്ചാലോ എന്ന്. അപ്പോൾ കൃഷ്ണയ്ക്ക് ഉത്തരം ഒന്നും പറയാണ്ടാവില്ല. അപ്പോൾ ബബി ഇങ്ങനെ കൃഷ്ണനെ നോക്കും, എന്താ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ള രീതിയിൽ ബബി ഇങ്ങനെ കൃഷ്ണമോളെ നോക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോളൊന്നും മിണ്ടില്ല. അപ്പോൾ ബാലൻ പറയാണ്, നമ്മൾ അവളെ സന്തോഷമായിട്ട് യാത്ര ചെയ്യിക്കുക, അവൾക്ക് വിഷമമൊന്നും ഉണ്ടാക്കാതെ ഏറ്റവും നന്നായി അവളെ യാത്ര ചെയ്യിക്കുക, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. പിന്നെ അവൾ പോണ വീട്ടിലെ ആൾക്കാർ വളരെ നല്ല ആൾക്കാരായതുകൊണ്ട് അവൾക്ക് ഇനി അവിടെ എന്തായാലും സമാധാനം ഉണ്ടാവുമെന്ന് വിചാരിക്കാമെന്ന്. അപ്പോൾ ബബി ചോദിക്കും, അല്ല അച്ഛൻ, അപ്പം നമ്മളത്ര മോശപ്പെട്ട ആൾക്കാരാണെന്ന് അച്ഛൻ പറയുന്നത്? നമ്മൾ മോശപ്പെട്ട ആൾക്കാരാണെന്നല്ല, നമുക്ക് അങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ വന്നതിന് ശേഷമാണ് നമ്മളെല്ലാം പറഞ്ഞ് ശരിയാക്കി, ഇപ്പോഴാണ് നമ്മളെല്ലാം നല്ല ആളായത്. പിന്നെ അവൾ പോയാലല്ലേ നിങ്ങളുടെ അമ്മ തിരിച്ചു വരുമോ എന്ന് പറഞ്ഞ് വാശിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം പിന്നെ അധികം നാൾ അവൾക്ക് ഇവിടെ നിൽക്കാനും അവൾക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അവൾ പൊക്കോട്ടെ, അപ്പോൾ നിങ്ങൾ വിഷമിക്കുകയൊന്നും ചെയ്യരുത്, സന്തോഷമായിട്ട് അവളെ യാത്ര അയക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് എന്ന് പറയുകയാണ്. അങ്ങനെ ആ കോൺവെർസേഷൻ അവിടെ അവസാനിക്കുകയാണ്. പിന്നെ മനു ഇങ്ങനെ വീടിൻ്റെ മുൻപിലിരുന്ന് കൊളീഗ്സിനോട് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും ഒരു ഓട്ടോ വരുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഓട്ടോയിൽ നിന്ന് അലീന ഇറങ്ങുന്നത് കണ്ടോട് കൂടിയിട്ട് മനു വേഗം കോള് കട്ടാക്കും. എന്നിട്ട് അലീനോട് ചോദിക്കും, ഇങ്ങനൊരു വരവ് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല, ഇതെന്താ ഇങ്ങനൊരു വരവ് അപ്രതീക്ഷിതമായിട്ട്, അതും ഒറ്റയ്ക്ക്, ഇത് ഇത്തിരി ധൈര്യം കൂടുതലായിപ്പോയി എന്ന്. അപ്പോൾ അലീന പറയും, ഞാൻ യാത്ര പറയാൻ വേണ്ടി വന്നതാണ് എല്ലാവരോടും, എനിക്ക് അമ്മയെയും മുത്തശ്ശിയൊക്കെ ഒന്ന്, മാഡത്തിനെയും മുത്തശ്ശിയൊക്കെ ഒന്ന് കാണണം, അവരോടൊക്കെ യാത്ര പറയണമെന്ന്. അപ്പോൾ മനു ചോദിക്കും, അപ്പോൾ പോകാൻ തീരുമാനിച്ചിട്ട് തന്നെയാണല്ലേ നിൽക്കുന്നത്, അപ്പോൾ ആരോടൊക്കെ യാത്ര പറയുന്നത്, ആരൊക്കെയാണ് ലിസ്റ്റിലുള്ളത്? മുത്തശ്ശിയോടും അമ്മോടും അല്ല മാഡത്തിനോടുമാണ് പറയേണ്ടത് എന്ന് പറയുകയാണ്. അപ്പം മനു ചോദിക്കും, എന്നോട് പറയുന്നില്ലേ, നീ എന്നെ പകുതി വഴിയിലിട്ടിട്ട് പോവല്ലേ എന്ന്. അപ്പോൾ അലീന പറയും, മനേട്ട അങ്ങനെയൊന്നും വിചാരിക്കല്ലേ, ഞാൻ പാതി വഴിയിലിട്ടിട്ട് പോകുന്നൊന്നുമില്ല, ഞാൻ മനേട്ടൻ്റെ കൂടെ തന്നെയുണ്ട് എപ്പോഴും എന്ന് പറയുകയാണ്. അപ്പം മനു പറയും, എന്നാൽ ശരി, നീ വന്ന പണി നടക്കട്ടെ, നീ അതിനാണല്ലോ വന്നത്, പെട്ടെന്ന് യാത്ര പറഞ്ഞിട്ട് വേഗം പോകാൻ നോക്കിക്കോ. അലീന ചോദിക്കും, ഇവിടെ ആരൊക്കെയുള്ളത്? ഇവിടെ അമ്മയും രഞ്ജുവും കൂടിയിട്ട് പുറത്ത് പോയിരിക്കുകയാണ്, മുത്തശ്ശിയുണ്ട്, വൈജയന്തിയുണ്ട്, വല്യച്ഛനും അച്ഛനും ഉണ്ട് എന്ന് പറയുകയാണ്. നിനക്ക് ആദ്യം ആരെയാണ് കാണേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യം മാഡത്തിനെയാണ് കാണേണ്ടത്,
കാരണം മേഡത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് ഞാൻ വന്നത്. എൻ്റെ മമ്മി എന്നോട് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ മേഡത്തിൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, ഞാൻ ആരാണെന്ന രഹസ്യം ഇവിടെ ആരും അറിയരുത് എന്നാണ്. പക്ഷേ ഇത് രണ്ടും എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടും എനിക്ക് മേഡത്തിനെ കണ്ടിട്ട് തന്നെയാണ് ആദ്യം മാപ്പ് പറയേണ്ടത് എന്ന് പറയുകയാണ്. അപ്പോൾ വൈജാൻ്റി മുകളിലുണ്ടെന്നാൽ നീ മുകളിൽ പൊക്കോ എന്ന് പറയുകയാണ്. അങ്ങനെ മനുവും അവളെയും കൊണ്ട് വൈജാൻ്റിയുടെ റൂമിൻ്റെ അവിടേക്ക് പോയിട്ട് വാതിലുമ മുട്ടുകയാണ്. അപ്പോൾ വാതിലുമ മുട്ടിക്കഴിഞ്ഞാൽ വൈജയാണ് വാതിൽ തുറക്കുന്നത്. അപ്പോൾ ഇവളെ കണ്ടതോട് കൂടിയിട്ട് വൈജയ്ക്കൊക്കെ ദേഷ്യം വരും. വൈജ ചോദിക്കും, എന്താ മനു, നിനക്ക് എന്താ കാര്യം എന്ന്. അത് അലീനയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്, അലീന അതിനു വേണ്ടി വന്നതാണെന്ന്. എനിക്ക് അവളോടൊന്നും സംസാരിക്കാനില്ല, അവളോട് പൊക്കോളാൻ പറ എന്ന് പറയും. അപ്പോൾ അലീന പറയും, എനിക്കാണ് മാഡം സംസാരിക്കാനുള്ളത്, ഞാനൊന്ന് അകത്തോട്ട് കയറിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മനു പറയും, ഞാൻ അതിലൊന്നും ഇടപെടാൻ നിൽക്കുന്നില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചിട്ട് തീർത്തേക്ക്, എനിക്കിതിലൊന്നും ഇടപെടാൻ താല്പര്യമില്ല, പറയാനുള്ളതൊക്കെ പറഞ്ഞ് തീർത്തിട്ട് അവസാനിപ്പിച്ചേക്ക് എന്ന് പറഞ്ഞ് മനു അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ ഇവർ രണ്ടുപേരും അപ്പോൾ അങ്ങനെ അലീന വൈജയുടെ റൂമിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ പറയും, ഞാൻ യാത്ര പറയാൻ വേണ്ടി വന്നതാണ് മാഡം തിരിച്ച് നെടുമ്പുരയ്ക്കലേക്ക് പോകണം, അവിടെ ചെന്നിട്ട് മാഡം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, ഞാൻ എന്നും മാഡത്തിന് നല്ലതിന് വേണ്ടിയിട്ട് മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പോൾ വൈജയ്ക്ക് ദേഷ്യം വരും. വൈജ പറയും, നീ എന്തായി പറയുന്നത്, നീ എൻ്റെ നല്ലതിന് വേണ്ടി മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ, നീ എൻ്റെ വീട്ടിൽ എന്ന് വലതുകാല് വെച്ച് കയറി അന്ന് മുതൽ തുടങ്ങിയതാണ് എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ, അതുവരെ അതൊരു സ്വർഗമായിരുന്നു, എല്ലാം തികഞ്ഞ സമ്പത്ത് കൊണ്ടും എല്ലാം കൊണ്ടും സന്തോഷം കൊണ്ടും എല്ലാം തികഞ്ഞ ഒരു വീട്, 22 വർഷം ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ച ഒരു വീടായിരുന്നു, നീ വന്നതിന് ശേഷമാണ് അത് ഇങ്ങനെ നാശമായത്, എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവിനെ എല്ലാം എനിക്ക് കൈവിട്ടത് അതിന് ശേഷമാണെന്ന്. അപ്പോൾ അലീന പറയും, ഞാൻ ഒരിക്കലും മാഡത്തിൻ്റെ കുടുംബം നശിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, എന്തെങ്കിലും തകരാറ് ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ മാപ്പ് ചോദിക്കാൻ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ അവിടെ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല, മക്കളും അച്ഛനും എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി മാഡം ഇനി അവിടേക്ക് തിരിച്ചു പോയിട്ട് നല്ല സ്നേഹത്തിൽ തന്നെ പെരുമാറണം. പിന്നെ മാഡം അഹങ്കാരവും ഒന്നും കാണിക്കരുത്, കാരണം അച്ഛൻ ആകെ വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത്, ചിലപ്പോൾ അച്ഛൻ ഇനി എന്തെങ്കിലും കാരണവശാൽ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അതും ജീവിതം എല്ലാം കൈവിട്ട് പോകും. അപ്പോൾ ഫൈജയ്ക്ക് കൂടുതൽ ദേഷ്യം വരും. അപ്പോൾ ഫൈജ പറയും, നീ എന്നെ പഠിപ്പിക്കുന്നു, എൻ്റെ കുടുംബം എങ്ങനെ കൊണ്ടുപോകണമെന്ന് നീ എന്നെ പഠിപ്പിക്കുന്നു, നീ വരുന്നതിനേക്കാൾ മുന്നേ ഒരു സ്വർഗം പോലെ ഞാൻ കൊണ്ടു നടന്നിരുന്ന കുടുംബമാണത്, 22 വർഷം ഞാൻ കൊണ്ടു നടന്ന എൻ്റെ കുടുംബം, ആ കുടുംബം എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയും, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, മാഡം ഇനിയും കുറച്ചും കൂടി ശാന്തത സ്വീകരിക്കണം, വാശി കാണിക്കരുത്, അച്ഛൻ്റെ അടുത്ത് വാശി കാണിക്കരുത്, ചിലപ്പോൾ അച്ഛൻ പൊട്ടിത്തെറിച്ചെന്ന് വരും, അതോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടെന്ന് വരും. അപ്പോഴും വൈജയ്ക്ക് വീണ്ടും ദേഷ്യം, കാരണം ഇവൾ പിന്നെയും വൈജയെ പഠിപ്പിക്കുന്ന പോലെയാണ് വൈജയ്ക്ക് തോന്നുന്നത്. വൈജ വീണ്ടും പൊട്ടിത്തെറിക്കും, നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല, നീ നന്നാവില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ അലീനയെ കുറേ ശാപവാക്കുകളിലുകൊണ്ട് ചൊരിയുകയാണ് വൈജയുടെ ദേഷ്യം, അതായത് അലീനയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, പക്ഷെ അത് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ചീത്ത പറഞ്ഞും അധിക്ഷേപിച്ചും അലീനയെ ഓടിക്കാനുള്ള ശ്രമത്തിലാണ് വൈജ നിൽക്കുന്നത്. പക്ഷെ അടുത്ത നിമിഷം അലീനയുടെ ഉള്ളിലെ ആ ഒരു കൺട്രോൾ വിട്ടിട്ട് അലീന പറയും, ഞാൻ മാഡത്തിൻ്റെ ജീവിതം ഒരിക്കലും നശിപ്പിക്കാൻ വേണ്ടി വന്നിട്ടില്ല, പക്ഷേ മാഡം ഒരു കാര്യം ആലോചിക്കണം, മാഡം ഈ പറയുന്നുണ്ടല്ലോ 22 വർഷത്തിൻ്റെ കണക്ക്, മാഡം ഒന്ന് കറക്റ്റായിട്ട് ആലോചിച്ചു, 22 വർഷം മുൻപ് മാഡത്തിനൊരു ജീവിതം ഉണ്ടായിരുന്നില്ലേ, ആ ജീവിതത്തിൽ മാഡം ജീവിച്ചില്ലേ ഒരു ആണൊരുത്തൻ്റെ കൂടെ, ആ ജീവിതത്തെക്കുറിച്ചൊന്ന് ഓർക്ക്. അതുകൊണ്ട് കൂടുതൽ മാഡം ഇനി കിടന്ന് അച്ഛൻ്റെ തലയിൽ കയറി അച്ഛനെ ഭരിക്കാൻ നിൽക്കരുത്, സ്നേഹത്തോടും സമാധാനത്തോടു കൂടി പെരുമാറുക, എങ്കിൽ മാത്രമേ മാഡത്തിൻ്റെ ജീവിതം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇതെല്ലാം തരിപ്പണമാക്കാനുള്ള നിശ്ചയത്തിലാണ് അച്ഛൻ നിൽക്കുന്നത് എന്ന്. ഇത് കേട്ടോടുകൂടിയിട്ടാണ് നമ്മുടെ വൈജയുടെ കിളി പോണത്. അതായത് വൈജയ്ക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് അലീനയ്ക്ക് തന്നെക്കുറിച്ച് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം, കാരണം ബാലചന്ദ്രനും എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാമെന്നുള്ളൊരു ഹിൻറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടാണ് അലീന നിൽക്കുന്നത്. അതായത് അച്ഛൻ്റെ തലയിൽ കയറി ഇനി നിരങ്ങരുത്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അച്ഛൻ എപ്പോഴാണ് പിടിവിടുക എന്ന് പറയാൻ പറ്റില്ല. 22 വർഷം മുന്നത്തെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിൽ നിന്ന് എന്താണ് ഉൾക്കൊണ്ടത് അതിനനുസരിച്ച് പെരുമാറുക എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ വാക്കുകൾ അവിടെ അവസാനിപ്പിക്കണം. ഇതെല്ലാം കേട്ട് തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് വൈജ.
ഇനി ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയും ഡീറ്റെയിൽസും ഇന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടുതൽ നേരത്തെ മഴതോരുമ്പയുടെ കഥയും വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ ആദ്യമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.